It's your boy back to the guys. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏത് ഡേ ബ്രോ? Today is Saturday. ബ്രോ ജിമ്മില് നമ്മളിന്ന് പുഷ് ഡേ ആണ് ബ്രോ അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രൈപോഡ് വെച്ചിട്ട് മാത്രമല്ല, നമുക്കൊരു ക്യാമറാമാൻ പടിയുണ്ട്. ക്യാമറാമാൻ നേരെ ജിമ്മിൽ വരാമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കിനി നമ്മളുടെ സ്പോൺസറിൻ്റെ ഇന്ന് മൈക്ക് വാങ്ങണം. മൈക്ക് വാങ്ങിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ജിമ്മിൽ പോകാൻ. നല്ല മഴയുണ്ട്. അപ്പം നമുക്ക് മഴയെ കടത്തി വെട്ടി പെട്ടെന്ന് അങ്ങോട്ട് പോവാം. Go, 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 go. Oh, മണ്ടൻ. ഭയങ്കര മഴ. ഉടുപ്പ് മൊത്തം നനയും. അലി ഹെവി റെയിൻ. അലി ഉടുപ്പ് മൊത്തം നനയും. നിന്നെ അടിക്കാൻ പറ്റത്തില്ല അലി. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. മഴ ചോദിച്ചു ഞാൻ സായിസിന്റെ വീട്ടിൽ നിന്നപ്പോൾ ലേറ്റ് ആയിരിക്കും. പരിപാടി ഇപ്പം റെയിൻ ഇഷ്യൂ ഉണ്ട്. നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ സാറേ. കോമലിയുടെ കാശ് നമ്മള് സെറ്റ് ആക്കിയിട്ടുണ്ട്. പബ്ലിക്കിന് ഒരു പ്രശ്നമാവോ? വീട്ടിലോട്ടാണ് പോകേണ്ടത്. നമ്മളിപ്പം എവിടെ പോകണമെന്ന് വെച്ചാൽ നമ്മൾ മൈക്ക് എടുക്കാൻ പോകുന്നത്. മൈക്ക് ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ സ്പോൺസറിന്റെ വീട് എത്തിയിട്ടുണ്ട്. മൈക്ക് വിടറോ പുറത്ത്. അങ്ങനെ നമ്മളെ സ്പോൺസർ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തോ നടന്ന് വരുന്നുണ്ട് അവിടെ നിന്ന്. ഓ സൂപ്പർ. അതില് നമ്മളെ മൈക്കങ്ങ് വാങ്ങി ഒരു സാധനം മേടിച്ചുണ്ടാ തിരിച്ചു തരാൻ പഠിക്കണം. വരണ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് സൂപ്പർ. ഇന്നിതൊക്കെ പമ്പാവാ ഉള്ളതാ ബ്രോ. ഓക്കെ അല്ലേ? എവിടാവൻ മൈക്കിന് ഏൽപ്പിച്ചിട്ട് നമ്മളെ മൈക്കും കൊണ്ടുപോകും. ഇന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി തിരിച്ചു തരാൻ പഠിക്കണം. നമ്മള് ജിമ്മിലെത്തിയിട്ടുണ്ട്. പൊളി മച്ച. അങ്ങനെ നമ്മളെ പുഷ് ഡേക്ക് നമ്മൾ കയറുവാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ അകത്ത് പോയിട്ട്. ക്യാമറാമാനെ എന്തെങ്കിലും പറയാൻ കേൾക്കത്തില്ല. ഗൈസ് ഇതാണ് നമ്മളെ ക്യാമറാമാൻ. എന്നാ പിന്നെ ഇരിക്കുന്ന സപ്ലിമെന്റ്സ് എല്ലാം ഞാനും അതിൽ ഉപയോഗിച്ച സപ്ലിമെന്റ്സ് ആണ്. അവനറിയാം ഞാൻ പറയുമ്പോൾ അത് തിരിക്കണമെന്ന്. അപ്പൊ നമുക്ക് വാമപ്പിലേക്ക് കിടക്കാം. നമ്മൾ ആ സെക്ഷനിലോട്ടായിരിക്കും പോകുന്നത്. ഗൈസ് എന്റെ കണ്ണ് ചുമന്നിരിക്കുന്ന നിങ്ങൾ പേടിക്കണ്ട. നമ്മള് കുറച്ച് ഡ്രഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അല്ലാണ്ട് കണ്ണ് തിരുമ്മിയിട്ടൊന്നും അല്ല കേട്ടോ.
അതിൽ വാമപ്പ് മാടു. അതിന്റെ വാമപ്പ് ഒക്കെ ഇതാണ്. നമ്മളിന്ന് പുഷ്ടാണ് ചെയ്യാൻ പോകുന്നത്. പുഷ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ചെസ്റ്റ്, ട്രൈസ്, ഷോൾഡർ. നമ്മളിന്ന് ഷോൾഡറാണ് ഫോക്കസ് ചെയ്യുന്നത്. നോ, ചെസ്റ്റ്. വി ആർ ഗോയിങ് ടു ഫോക്കസ് ഓൺ ചെസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ചെസ്റ്റ് വർക്കൗട്ട് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോൾഡർ വർക്കൗട്ടിലോട്ട് പോകും. ഷോൾഡറാണ് നമ്മൾ കഴിഞ്ഞിട്ട് എന്താ ചെസ്റ്റ് അല്ലേ അടിച്ചു ഫോക്കസ് ചെയ്ത്. അപ്പൊ ഇന്ന് ഷോൾഡർ ഫോക്കസ് ചെയ്തായിരിക്കും. അവ എടുക്കുന്നുണ്ട് അതൊക്കെ. എടുത്ത് വെക്കും. ഇതായി പുതിയ ക്യാമറാമാൻ എടുത്താനുള്ള വെയിറ്റ് കൂട്ടാം. മനസ്സിലാവുന്നില്ല. ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നമുക്ക് 3:30 ചാടാം. വാമപ്പ് കുറവായിരുന്നു. ഓ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബാക്ക്ഗ്രൗണ്ടിൽ മിൽഖ സിംഗിന്റെ പാട്ടാണ്. അതില് സ്പോർട്സിലേക്ക് ഈ പാട്ട് ഇട്ടാണ് അതിൽ ഓടുന്നത്. ഹലോ, നമുക്കിനി അടുത്ത എത്ര കിലോ ഇടണമെന്ന് ചാറ്റിനോട് ചോദിക്കാം. ചാറ്റ് പറ. ചാറ്റ് 5 പറയും. മാന്യമായിട്ട് ഒരിടത്തുന്നറ. നമ്മള് അടുത്തടിക്കാൻ പോണത് അതിലെന്താണ് പേര്? ലാറ്ററൽ റൈസ്. ലാറ്ററൽ റൈസ് നമ്മൾ കേബിളിലാണ് അടിക്കാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് വർക്കൗട്ട് ആയതുകൊണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അല്ലേ ബ്രോ? സൂപ്പർ. വെയിറ്റ് കുറച്ചിട്ട് അടിക്കാം. വെയിറ്റ് കൂട്ടിയിട്ട് അടിച്ചാൽ ഇഞ്ചുറി വരും. ഇതടിക്കുമ്പം അതിൽ പെക്സിൽ ഓടാവുന്നത് കാണാം. ആപ്സ് ടൈറ്റ് ആവുന്നുണ്ട്. ഇവിടെ എല്ലാം പിടുത്തുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, പൊളി. സൂപ്പർ. നീ തിരിഞ്ഞു വരണം. ഗൈസ്, നമ്മളെ ക്യാമറാമാൻ അത് പുതിയ കിളുന്ന് പയ്യന്. ഒരു നൂബാണ്. ഇവന് കുറവായിരിക്കും. നൂബ് ടു പ്രോ ആക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇതായിരിക്കും അവൻ്റെ ആദ്യത്തെ അവസാനത്തെ ഷൂട്ട് നമ്മളോട്. നമ്മുടെ ക്യാമറാമാൻ ഞാൻ പറഞ്ഞത് ദൂരം സൂം ചെയ്ത് എടുത്തു. അപ്പം നമ്മൾ കട്ട് ചെയ്ത് പോയിരിക്കുന്നു. ഉടനെ പയ്യൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് അവിടെ പോയി എടുക്കുകയാണ്. അപ്പം നമ്മൾ ചില സംസാരിക്കുന്നത് ഇവിടെ നിന്ന് കട്ടായി പോയിട്ടുണ്ട്. മഴ
നല്ല മഴയുണ്ട്. അടുത്ത ഇംഗ്ലണ്ടിൽ അടിക്കാൻ പോവാണ്. കാരണം നമ്മളെ ചാറ്റ് എങ്ങനെയാണ് പറഞ്ഞത്? ചാറ്റ് പറഞ്ഞ ഡംബിൾ പ്രസ് ആണ് ചെസ്റ്റിന് നല്ല ഫോക്കസ് കിട്ടുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡു ഇംഗ്ലണ്ട് ഡംബിൾ പ്രസ് എങ്ങനെ പറ കറക്റ്റ് കമ്പിയുടെ നടുക്കേണ്ടി ഇടാൻ തോന്നുന്നു. അതാകുമ്പോ എനിക്ക് നിന്നെ കണ്ടോണ്ട് അടിക്കാമല്ലോ. One, two, three, 4, 5. അടുത്ത് എത്ര വെയിറ്റ് ഉണ്ട്? ചാറ്റ് പറ. എത്ര ഉണ്ട്? ആ ചാറ്റ് പറയുന്നത് 5 എന്നാ. സത്തെടുത്തില്ല. കാരണം ഡെയിലി സത്തെടുത്തു കഴിഞ്ഞാൽ സത്തിന്റെ ടോളറൻസ് കയറും. ഡെയിലി സത്തെടുത്താൽ സത്ത് പോകും. നമ്മുടെ സത്തെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രീ വർക്കൗട്ടിനാണ്. നമ്മള് ഹിഡൻ വേർഡ് പറഞ്ഞ സത്തെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലല്ല. സത്തെന്ന് വെച്ചാൽ സാധനത്തിന്റെ സത്ത്. ഒരു സീഡ് കുരു നമ്മളത് എടുത്തില്ല. ഡെയിലി എടുത്തു കഴിഞ്ഞാൽ സത്തിന്റെ ടോളറൻസ് വരും. പിന്നെ സത്തില്ലാണ്ട് പോവും, ഉറക്കം പോവും. പിന്നെ സത്തില്ല. ഞാനും അതിൽ ബ്രോ ഒക്കെ ഉറങ്ങാതിരുന്ന സമയങ്ങളുണ്ട് അല്ലേ ബ്രോ? 3. അടുത്ത എത്ര വെയിറ്റ് ഉണ്ടെന്ന് പറ. ചാറ്റ് 6 അയ്യോ IRL അങ്ങനെ ഓർത്ത് നോക്കല്ലേ? ഇതൊക്കെ IRL ആയിരുന്നു. നമ്മൾ IRL ഇടുമ്പോ 2 ദിവസം കാണത്തുള്ളൂ. ഞാൻ IRL ആയിരുന്നു. 1-2 ലക്ഷം പേര് ലൈവ് കണ്ടോണ്ടിരിക്കുന്നു. അതിനെന്താടാ? ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. വെയിറ്റ് നമ്മൾ കൂടുതലാണ് അടിക്കുന്നത്. നമുക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അതായിരിക്കും കറക്റ്റല്ല. വെയിറ്റ് റീവലിഫ്റ്റ് ചെയ്ത് മരിച്ചു പോരുത്. മനസ്സിലല്ലേ? ആസ്പ്രൊക്കെ വെയിറ്റ് കൂട്ടിയാലും ആണ് അടിക്കുന്നത്. കേട്ടോ അപ്പഴ കൈ ഇങ്ങനെ അങ്ങ് തിരിക്കണം. ഞാൻ പറയത്തില്ല. സിനിമയിലൊക്കെ ഇന്റർഗേഷൻ രംഗങ്ങൾ അങ്ങനെയല്ലേ? കോമാളി കോൺട്രാക്ട് മാറ്റിക്കൊണ്ട് കോമാളി പറഞ്ഞിട്ടോ. നമ്മുടെ ഡയറ്റ് എന്ന് വെച്ചാല് നമ്മള് അവിടെ ഹലോ അവ ഹെലിപ്പാഡങ്ങ് എത്തി. നമ്മൾ മാത്രം ഫ്രീ എടുക്കും. പിന്നെ നമ്മൾ വർക്കൗട്ടിന് മുമ്പായിട്ട് ബ്രൗൺ ബ്രെഡും പീനട്ട് ബട്ടറും കൂടെ ചെയ്ത് കഴിക്കും. വർക്കൗട്ടിന് ശേഷം നമ്മൾ ചിക്കൻ, സോയ, പയർ അങ്ങനെ കുറേ കഴിക്കും. ഞാനിപ്പോൾ ബൾക്കിംഗ് സ്റ്റേജിലാണ്. മാക്സിമം ബൾക്കാവാൻ നോക്കുവാണ്. സായ്സ് ലീൻ ബൾക്കിലോട്ടാണ് സായ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സായ്സിന് ഫാറ്റ് കുറവാണ്. പക്ഷേ എനിക്ക് ഫാറ്റ് കൂടുതലാണ്. സോറി ഫ്രസ്ട്രേഷനിൽ അടിച്ചു പോയതാ. സോറി. IRL ചോദിക്കുന്നുണ്ട് ഇന്ന് ഏതാണ് അടിക്കുന്നതെന്ന്. നമ്മള്
അതേ പറഞ്ഞല്ലോ നമ്മൾ പുഷ് ഡേ ആണ് അടിക്കുന്നത്. ചാറ്റ് ചെയ്യാൻ വയ്ക്കാം. ഹലോ, നിങ്ങളുടെ വീഡിയോസ് എല്ലാം സൂപ്പറാണ്. താങ്ക് യു ബ്രോ. ഗൈസ്, നമ്മളിന്ന് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ പുഷ്. നമ്മൾ അടിക്കുന്ന റൊട്ടീനാണ് അനിരുദ്ധ് 44/7 ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അടിക്കുന്ന റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ് ഫുൾ ലെഗാണ്. അതിന് കുറേ കോൺട്രവേഴ്സീസ് ഉണ്ട്. ചില അടിക്കത്തില്ല. നമ്മൾ അധികം ലോഡ് എടുക്കാതെ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് ഇഷ്ടം. നമ്മളെല്ലാ സ്പ്ലിറ്റും ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ കുറച്ചും കൂടെ അടിക്കാൻ കംഫർട്ടബിൾ ആവാം. ശീലിച്ചു പോയി. പിന്നെ ലെഗ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ആഴ്ച 2 തവണ ലെഗ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഡേ സ്കിപ്പായാൽ തന്നെ കുഴപ്പമില്ല, ഈ ആഴ്ച ഒന്നും കൂടെ അടിക്കാം. അതുകൊണ്ടാണ് നമ്മൾ പുഷ് ഫുൾ ലെഗ് ചൂസ് ചെയ്തത്. പിന്നെ വേറെന്താ ഇതൊക്കെ തന്നെ. ചിലർ പറയും അത് അടിക്കണ്ട, ഓവറാണ്, അത്ര അടിക്കേണ്ട കാര്യമില്ല, ഓവർ ഇതാണ്. അങ്ങനെയൊന്നുമില്ല. ഓവറാണ്, പക്ഷെ നമ്മളതനുസരിച്ചുള്ള ഫുഡ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സൂപ്പർ ബോയ് ജാതി പോയി മച്ചാ. അതിലെ ചാറ്റ് വൈകി ആദിൽ ബ്രോ സൂപ്പർ. താങ്ക് യു ബ്രോ. ആദിൽ ബ്രോ എന്താ സ്ലീവ്ലെസ് ഒക്കെ അടിക്കാത്തത്? എൻ്റെ സ്ലീവ്ലെസ് ഞാൻ പുതിയൊരുടുക്ക് മേടിച്ചായിരുന്നു കഴിച്ചു, പക്ഷേ ഇറ്റ്സ് മിസ്സിങ്. ആരും അടിച്ചുകൊണ്ട് പോയി. എനിക്ക് ഇവനാണ് സംശയം. കാരണം ഇവൻ്റെ ഇപ്പോൾ ഒത്തിരി സ്ലീവ്ലെസ് ഷർട്ടുണ്ട്, സ്ലീവ്ലെസ് ഷർട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ചെസ്റ്റ് ബി ഫ്ലൈസ് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ട ഫ്ലൈസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ട്രൈസിലോട്ടായിരിക്കും പോണത്. മിക്കവാറും കേബിളിൽ പുഷ് ഡൗൺ ആയിരിക്കും നമ്മൾ ചെയ്യുന്ന. അപ്പോൾ എൻ്റെ ടെസ്റ്റിൻ്റെ 3ാമത്തെ സെറ്റിലോട്ട് കൊണ്ടുവരാം. നമ്മൾ ഇവർ അടിക്കാൻ പോവാന്ന് മാറിപ്പോയി. അതിനാണ് ശ്വാസം പാട്ട്. കട്ട് ചെയ്തോ? നമുക്ക് ട്രൈഫീൽ പിടിക്കാം. ചാറ്റ് വായിക്കടാ അങ്ങോട്ട് പറയുന്നതും കിട്ടും. ഓക്കെ ഗൈസ്, നമ്മൾ പുഷ് ഡേയുടെ ലാസ്റ്റ് എക്സസൈസ് ഗ്രൂപ്പിൽ മസിൽ ഗ്രൂപ്പിലോട്ട് എത്തിയിരിക്കുന്നു. ട്രൈ വെയിറ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ചാറ്റിൽ അവർ പറയുന്നത് ബ്രോ വാട്ട്സ് യുവർ PR ആൻഡ് ബെഞ്ച് പ്രസ് എന്ന്. എൻ്റെ PR എന്ന് പറയുമ്പം 60 kg ഉള്ളി ചെസ്റ്റിൽ. ബെഞ്ച് പ്രസ് ആണെങ്കിൽ ബാർ കൂട്ടാതെ 60 കിലോ. സായിസ് ബ്രോയുടെ ബെഞ്ച് പ്രസ് PR എത്ര? ചാറ്റ് ചോദിക്കുന്നതാണ്. 90 ബാർ കൂട്ടാതെ. ബാർ കൂട്ടാതെ 70. എൻ്റെ 60, അവൻ്റെ 70 വിത്ത് 4 റെപ്സ്. 70 വിത്ത് 4 റെപ്സ്. സ്കിപ്പ് ലെഗ് ഡേ അഗെയിൻ. ബ്രോ നമ്മൾ ലെഗ് ഡേ സ്കിപ്പ് ചെയ്യാറില്ല. നമുക്ക് ഇന്നലെ ലെഗ് ഡേ ആയിരുന്നു. മലയാളത്തിൽ വായിക്കട്ടെ ചിലത്. നമ്മൾ ലെഗ് സ്കിപ്പ് ചെയ്യാറില്ല. ഇന്നലെ ലെഗ് ആയിരുന്നു. ഇനി മറ്റന്നാൾ ലെഗ് വരും. നാളെന്ന് പറയുമ്പോൾ തിങ്കൾ ചൊവ്വാഴ്ച ലെഗ് വരും. ജിം ക്രഷിനെ കാണിക്കും ബ്രോ. വൈകിട്ടാണ് വരുന്നത്. എന്താ ബ്രോ എന്താ വിഷയം? എന്താ ജിം ക്രഷിനെ കാണിക്കുകയാണ്. ഞാൻ പറയാം വൈകിട്ടാ വരുന്നത്, ഇപ്പൊ വരത്തില്ല എന്ന് പറഞ്ഞു. എന്തൊരു ചോദ്യങ്ങളാണ് മച്ചാമാരെ ചോദിക്കുന്നത് അല്ലേ? ലെറ്റ്സ് ഗോ. താങ്ക്സ് മച്ചാ. സായിസ് ബ്രോയുടെ ഫോം ഭയങ്കര ക്ലീനും റെസ്പെക്റ്റും. അപ്പൊ നമ്മൾ ആദ്യം അടിക്കാൻ പോണത്. ഓക്കെ, ഈ വ്ളോഗ് എന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്? നമ്മൾ ഇന്നലെ രാത്രി ഒരെണ്ണം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി, മനസ്സിലല്ലേ? അത് നമ്മളെ ഫുൾ ഡേ ആണ്, പുഷ് ഡേ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം മിക്കവാറും നാളെ വല്ലതും ഇടുമായിരിക്കും. സമയമാണ് ഗൈസില് എഡിറ്റിംഗ് ടൈം. ആദ്യം വാട്ട്സ് ഡെയിലി ഡയറ്റ് കോസ്റ്റ് എന്ന്. ഡയറ്റ് കോസ്റ്റാ? യെസ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ഓരോ ദിവസം മേടിക്കുമല്ലോ. നമ്മൾ ക്ലീൻ ഡയറ്റ് ഒന്നും അല്ല. ക്ലീൻ ഡയറ്റ് ഒന്നും ഡർട്ടി ഡയറ്റും ഉണ്ട്, ക്ലീൻ ഡയറ്റും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇന്നലെ ഇവിടെ കഴിച്ചേ ഉള്ളൂ പൊരിപ്പുണ്ട. Can you do 24-hour gym challenge stream?
മരിച്ചു പോവും. ഡ്രോപ്പ് ഫോം ആവുന്നുണ്ട്. കാഴ്ച പറയും ഇന്ന് പ്രീ എടുത്താലോ പക്ഷെ ഞാൻ പറയാം വേണ്ട. എപ്പോഴെപ്പോഴും ചുമ്മാ തോന്നുന്നു പ്രീ എടുത്താൽ പിന്നെ ശരിയാവത്തില്ല. പിന്നെ എപ്പോഴും എടുക്കാനുള്ളൊരു ത്വര വരും, ക്യൂരിയോസിറ്റി വരും എപ്പോഴും എടുക്കാൻ. അതുകൊണ്ട് ഞാൻ പറയും എപ്പോഴെപ്പോഴും എടുക്കണ ലെഗ് ഡേക്ക് മാത്രം എടുത്താൽ മതി, ശീലിക്കണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രീ എടുക്കാത്തത്. യോ വെൽക്കം ബാക്ക് ടു ദ നെക്സ്റ്റ് വർക്ക്ഔട്ട്. ഗൈസ് നമ്മളിന്ന് അടിക്കാൻ പോണത് അതിന്റെ പേര് പറ സെറ്റാണ്. അപ്പോ കേബിൾ പ്രസ് പുഷ്. ഗൈസ് മനസ്സിലായല്ലോ. ചാറ്റ് കമന്റ് എന്ത് എക്സസൈസ് ഉണ്ട് ചാറ്റ് ആക്കിയിട്ട്. ഓവർ ഹെഡ് ട്രൈസെപ്സ് അതിൽ ഞാനും പറയാം. സെയിം തന്നെ ഒന്ന്. ആരാ പറഞ്ഞത്? സൗരവ്. ഓക്കെ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാ ഈ വീഡിയോയ്ക്ക് 1K ലൈക്ക് കയറിയാൽ 150 kg ഡെഡ് ലിഫ്റ്റ് അടിക്കാവുന്നു. അടിക്കാം. നമുക്ക് ഡെഡ് ലിഫ്റ്റിന്റെ ഒരു വ്ലോഗ് എടുക്കാം. ഡെഡ് ലിഫ്റ്റ് പുഷ് ഫുള്ള് ലെഗ് അങ്ങനെയാണ് ഒരാഴ്ച പോണത്. അത് ഓരോ ദിവസം സ്കിപ്പായാൽ പുഷ് ഫുള്ള് ലെഗ് ബ്രേക്ക്, പിന്നെ പുഷ് ഫുള്ള് ലെഗ് മൺഡേ വരും. സാറ്റർഡേ വരുന്നത് മൺഡേ വരും. അപ്പോൾ വീക്ക്ലി 2. അപ്പർ ചെസ്റ്റ് ഓൾവേസ് ലാക്സ് ബ്രോ, വാട്ട്സ് ദ ഫിക്സ്? അങ്ങനെയൊന്നുമില്ല. കറക്റ്റ് വർക്കൗട്ട് കൊടുക്കുക, കറക്റ്റ് ഡയറ്റ്. മെയിൻലി 90% ഡയറ്റാണ്. ഡയറ്റ് പ്രോട്ടീൻ സോഴ്സ് കയറ്റുക, സപ്ലിമെൻറ്റ്സ് എടുക്കുക. എല്ലാവർക്കും എടുക്കണമെന്ന് പറയത്തില്ല, എടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ആണെങ്കിൽ ഫുഡിൽ തന്നെ കിട്ടും. സോയ ചങ്ക്സ്, ചിക്കൻ, മുട്ടയുടെ വെള്ളമൊക്കെ കൂടുതൽ നല്ല സൈസ് വെക്കുന്ന ആരായാലും ഫുഡ് കഴിക്കുക. ആരും ഫുഡ് കഴിക്കാതെ ചിലരെന്നിട്ട് പറയും കന വെച്ചെന്തോ വീട്ടിലെ ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ. അതൊക്കെ വെറുതെ വേസ്റ്റാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് എന്നല്ല, ചുമ്മാതാണ് കേസ് പറഞ്ഞത്. ഈ ചീര, പയറ്, തോരൻ അതൊക്കെ വീട്ടിൽ മിക്കവാറും മാറ്റി വയ്ക്കും. അതൊക്കെ കഴിക്കണം, അതൊക്കെ നല്ലത്. വെറുതെ ആണ് പറയുന്നത്. നമ്മൾ പണ്ടൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ മെലിഞ്ഞിരുന്ന ഫ്രണ്ടാണ്, നല്ല സൈസായി. അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്താണ് എടാ പ്രോട്ടീൻ പൗഡർ എടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം, കാരണം എനിക്കും എടുക്കാനായിരുന്നു. നമുക്കൊന്നും അറിയത്തില്ല, ആകെ അറിയാവുന്ന ഇവന്മാരത്തൊക്കെ ചോദിക്കാൻ പറ്റും. മറ്റേതൊക്കെ മാടം വിൽക്കാന്മാരൊക്കെ. ഞാൻ പോയിട്ട് വെച്ച് എന്തോ ബ്രോ എന്തോ പ്രോട്ടീൻ പൗഡർ എടുക്കുന്നുണ്ടോ, ബാസ്കറ്റ് എടുക്കുന്നുണ്ടോ, എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ലടാ പ്രോട്ടീൻ പൗഡർ എടുക്കുന്നില്ല. എങ്ങനെയാ എത്ര 6-7 മാസം കൊണ്ടോ ഇങ്ങനെയായ? ചോദിച്ചു പ്രോട്ടീൻ പൗഡർ എടുക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ഇല്ലടാ എന്തുവാ ഏറിപ്പോയ ഏത്തക്ക വെള്ളത്തിൽ മുക്കി തിന്നു. അങ്ങനെയാവും നമ്മളെ പറയാം. അങ്ങനെയുള്ളവരാ. ഞാൻ പറഞ്ഞുതരാം, പറ്റുവാണെങ്കിൽ മുട്ട, ചിക്കൻ്റെ മുട്ടയാണ് പ്രശ്നമെങ്കിൽ, നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ സോയാബീൻ, പയറ്, കടല, സോയ ചങ്ക്, കടല, പയറ്, വെള്ളക്കടല കഴിച്ചുകൂടെ? വെള്ളക്കടല നിങ്ങൾക്ക് കറിയായിട്ട് പറ്റത്തില്ലെങ്കിൽ മറ്റേ പുഴുങ്ങിയിട്ട് മറ്റേ മസാലയൊക്കെ ഇട്ടിട്ട് സവാളായിട്ട് അരിഞ്ഞ് തക്കാളി നിങ്ങൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കാണില്ലേ കുക്കുംബറൊക്കെ അരിഞ്ഞിട്ടൊക്കെ സെറ്റപ്പ് കഴിച്ചാൽ നമുക്ക് ടേസ്റ്റ് ഫീല് കുഴപ്പമില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും, സ്നാക്ക് ഫീൽ കിട്ടും. ഇതേപോലെ പ്രോട്ടീൻ സോഴ്സ് എന്തെങ്കിലും ഒക്കെ കഴിച്ചാൽ മതി. ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് കാരണമല്ല പറയുന്നത്, ഇതും ഒരു അവൈലബിൾ ഓപ്ഷനാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട്. സൂപ്പർ. തിരിഞ്ഞു നോക്ക്. ഗൈസ് അങ്ങനെ നമ്മളുടെ ബിലാലിനെ കൊടുത്ത് ബ്രോവാ ഗൈസ് അങ്ങനെ നമ്മളുടെ പുഷ് ഡേ അതിഗംഭീരമായി പമ്പിൽ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ അടുത്ത വീഡിയോ ലെഗിൻ്റെതായിരിക്കും. സോ ഗൈസ്
ചാറ്റ് എല്ലാവരും ലൈവ് കാണുന്ന എല്ലാവർക്കും വ്ളോഗ്. അപ്പോൾ ഈ ലൈവ് ലാസ്റ്റ് വരെ കണ്ടവരെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി നമ്മളൊരു കോഡ് ഇപ്പോൾ പറയും. അവർ കമ്പനി ഇട്ട് എനിക്കറിയാൻ പറ്റും ഇവർ ലാസ്റ്റ് തൊട്ട് അവസാനം വരെ കണ്ടത്. കോഡിൻ്റെ പേരാണ്, കോഡ് പറഞ്ഞേ, ADSA. കോഡ് ഇട്ടാൽ എല്ലാവരും കമന്റ് ബോക്സിൽ അതിടണം. അങ്ങനെയാണെങ്കിൽ ഒരു ഗിവ് അവേ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്കിനി അടുത്ത ലെഗ് ഡേ സെഷനിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വ്ളോഗ്. സോ സീ യു ഗൈസ് ഓൺ അനദർ വീഡിയോ. ബൈ.